സൗഖ്യം എന്ന ഷാലോമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ ഷാലോ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന ഒരു കൺസൾട്ടൻ്റ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സോറിയാസിസ് എന്ന് പറയുന്ന ചർമ്മരോഗമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ രോഗം ഇന്ന് വൈദ്യശാസ്ത്രത്തിന് വളരെയധികം പ്രശ്നമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു അസാധ്യമായിരിക്കുന്ന ഒരു രോഗമാണെന്നറിയാം. എന്താണ് സോറിയാസിസ്? സോറിയാസിസ് എന്ന് പറയുന്നത് സോറ എന്ന ലാറ്റിൻ വാക്കിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് സോറിയാസിസ്. സോറ എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ചൊറിച്ചിൽ എന്നാണ്. അതായത് ഈ രോഗത്തിൽ കാലക്രമത്തിൽ ചൊറിച്ചിൽ ഉണ്ടാകുന്നു. ഇനി എന്താണ് ഇതെങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ശരീരത്തിൽ കുത്തുകളായോ വട്ടത്തിലുള്ള ഒരു വൃത്താകൃതിയിലോ ഓവൽ ഷേപ്പിലോ ശൽക്കങ്ങളായിട്ട് ചെതമ്പൽ പോലെ ശരീരത്തിൽ നിന്ന് ശൽക്കങ്ങൾ പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഈ സോറിയാസിസ് എന്ന ചർമ്മരോഗം പ്രത്യക്ഷപ്പെടുന്നത്. ഇത് സാധാരണയായിട്ട് 15 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് കാണപ്പെടുന്നതെങ്കിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ അസുഖമാണ് സോറിയാസിസ്. കാരണം അതിൻ്റെ ഈ അസുഖത്തിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് സോറിയാസിസ് ആണ്. നമ്മുടെ ഒ പിയിലേക്ക് വരുന്ന രോഗികൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതാണ്ട് വട്ടത്തിൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ ഒരു വെള്ളപ്പാടായിട്ട് ശൽക്കങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒരു തിക്കായിട്ട് കട്ടിയായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അതിൻ്റെ പാച്ച് വട്ടം കാണുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എപ്പിഡെർമിസ് എന്ന ബാഹ്യ ചർമ്മസ്തരത്തിൻ്റെ വളർച്ച ചില ഭാഗങ്ങളിൽ ക്രമാതീതമായിട്ട് വളരുന്നു, ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു. എല്ലായിടത്തും സാധാരണ രീതിയിൽ 28 മുതൽ 30 ദിവസം വരെയാണ് ഈ സ്കിന്നിൻ്റെ വളർച്ച വരേണ്ടത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് 3 മുതൽ 7 ദിവസം വരെ സ്പീഡിൽ തന്നെ ഈ ചർമ്മം എപ്പിഡെർമിസ് എന്ന ചർമ്മം വളരുന്നു. അതുകൊണ്ട് അത് സ്കെയിലായിട്ട് ശൽക്കങ്ങളായിട്ട് പൊടിഞ്ഞു പോകുന്നു. ഇതാണ് ഈ രോഗത്തിൻ്റെ അവസ്ഥ. ഇനി ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ അജ്ഞാതമാണ്. അത് മെഡിക്കൽ ശാസ്ത്രത്തിന് കൃത്യമായിട്ട് അറിയില്ല എന്താണ് കാരണമെന്ന്. ചില അവസ്ഥകളിൽ പറയുന്നു അത് ജനറ്റിക് റീസണാണ്, പാരമ്പര്യമാണ്, അതല്ലെങ്കിൽ ഹെറിഡിറ്ററി ആണ്, മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരും എന്നുള്ളൊരവസ്ഥയൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്ട്രെസ്സ് ഇതിനൊരു കാരണമാണെന്ന് മെഡിക്കൽ ശാസ്ത്രം പറയുന്നുണ്ട്. പിന്നെ ചില ഔഷധങ്ങളുടെ അത്യുപയോഗം കൊണ്ട് സോറിയാസിസ് ഉണ്ടാകാറുണ്ട്. ചില കേസുകളിൽ വേദനാ സംഹാരികളുടെ അത്യുപയോഗം ചില രോഗികളിൽ സോറിയാസിസ് എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വട്ടത്തിൽ കുത്തുകളായിട്ട് ശൽക്കങ്ങളോടുകൂടി ചുവന്ന നിറത്തിൽ പാടുകൾ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കാണുന്നു. അത് ചിലർക്ക് തലയിൽ കാണുന്നു. തലയിൽ കാണുന്നത് താരനാണെന്ന് പറയാൻ പറ്റില്ല. തുടക്കത്തിൽ അവർ വിചാരിക്കും താരനാണെന്ന്. താരനല്ല, അത് സോറിയാസിസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്കെയിലി ഫോർമേഷൻ ഏതൊക്കെ സ്കിന്നിൻ്റെ വട്ടത്തിൽ കാണുന്നുണ്ടോ അതാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. പിന്നെ കാലിലൊക്കെ വിള്ളൽ വരാം. പിന്നെ ചില സോറിയാസിസിൽ കുരുക്കൾ ഉണ്ടാവുന്നുണ്ട്. ആ കുരുക്കൾ പഴുത്ത് പൊട്ടി അതിൽ നിന്ന് പസൊക്കെ വരും. അങ്ങനെയും അവസ്ഥകളായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഈ തടിപ്പുകളിൽ നിന്ന് നമ്മൾ സ്കെയിൽസ് ഫോം ചെയ്ത് അടർന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ റിസ്ക് ഫാക്ടർ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. റിസ്ക് ഫാക്ടർ എന്ന് ഒരുപാട് സ്ട്രെസ് ഉള്ളവർക്ക്, മദ്യപാനം അല്ലെങ്കിൽ പുകവലിക്കുന്നവർ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു ഫാക്ടർ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 6% രോഗികളിൽ അത് ആർത്രൈറ്റിക് ആയിട്ട് രൂപപ്പെടുന്നുണ്ട്. സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളൊരു കേസ് ഒ പിയിൽ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കും. ഇന്ന് സ്കെയിൽസ് വരുന്നുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് സ്കിൻ ബയോപ്സിയാണ്. പിന്നെ ഈ സ്കെയില് കൊരസി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് രക്തം വരും. അത് സോറിയാസിസ് ആണ്. അങ്ങനെ സ്കെയിലിൽ നിന്ന് നമ്മൾ രക്തം വരുന്നുണ്ടെങ്കിൽ അത് സോറിയാസിസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് സോറിയാസിസിൻ്റെ നമ്മൾ സിംറ്റംസ് പറഞ്ഞു, ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ പാത്തോളജി എന്ന് പറയുന്നത് നമ്മൾ 28 മുതൽ 30 ദിവസം വരെ എപ്പിഡെർമിസ് വളരുന്നത് സ്പീഡിൽ 3 മുതൽ 7 ദിവസം വരെ വളരുന്നു. അപ്പോൾ അത് ശൽക്കങ്ങളായിട്ട് ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നു.
ഇനി നമ്മൾ പ്രധാനപ്പെട്ടത് മനസ്സിലാക്കേണ്ടത്, ഇനി എല്ലാ ഒക്കെ സോറിയാസിസ് ആണെങ്കിലും അതിൽ പല ഡിവിഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ നമ്മൾ ഡിവിഷൻ പറയുന്നത് ഗട്ടേറ്റ് സോറിയാസിസ് എന്ന് പറയും. ഗട്ടേറ്റ്. അപ്പോൾ ഗട്ടേറ്റ് സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുത്തുകളായിട്ട് അല്ലെങ്കിൽ വട്ടമായിട്ട് ചുവന്ന് തടിച്ച് ചാറ്റൽ മഴ പെയ്ത പോലെ നമ്മളുടെ ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് കാണുന്നു. ഇതാണ് ഗട്ടേറ്റ് സോറിയാസിസ്. ഇതിൽ ശൽക്കങ്ങൾ അധികം ഉണ്ടാവില്ല. ഇത് തലയിൽ വരും ഗട്ടേറ്റ്. അപ്പം നമ്മൾക്ക് തോന്നും ഇത് താരനാണെന്ന് തോന്നും. പക്ഷേ അത് നമ്മൾ വട്ടത്തിൽ കുത്തുകളായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൽ നിന്ന് ചെറിയ പൊടി പോലെ വരും. അത് ഗട്ടേറ്റ് സോറിയാസിസ് ആണെന്ന്. ഇനി രണ്ടാമത്തെ സോറിയാസിസ് ആണ് പ്ലേക്ക് സോറിയാസിസ്. എന്താണ് പ്ലേക്ക്? പ്ലേക്ക് സോറിയാസിസ് എന്ന് പറയുന്നത് 80% മുതൽ 90% വരെ ഇന്ന് കാണപ്പെടുന്ന സോറിയാസിസ് പ്ലേക്ക് സോറിയാസിസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെതമ്പൽ പോലെ പൊളിഞ്ഞ് ആ വട്ട തടിപ്പുകളിൽ നിന്ന് ശൽക്കങ്ങൾ ഇങ്ങനെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അതാണ് പ്ലേക്ക് സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്ലേക്ക് സോറിയാസിസ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇത് സോറിയാസിസ് ആണെന്ന്. ഇനി നമ്മൾ മൂന്നാമത്തെ വെറൈറ്റി പറയുന്നതാണ് നമ്മൾ നെയിൽ സോറിയാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോറിയാസിസ് ഉണ്ട്. അത് നമ്മുടെ വിരലുകളിൽ, കൈവിരലുകളിൽ, കാലിൻ്റെ വിരലുകളിൽ കറുത്ത കുത്തായിട്ട് വന്നിട്ട് അത് ഒരു ബ്രൗൺ നിറത്തിലേക്ക് വന്ന് ആ നമ്മുടെ വിരലിൻ്റെ അറ്റത്ത് നെയിലിൻ്റെ താഴെയുള്ള സ്ഥലം നല്ല തിക്കായിട്ട് വരും. അവസാനം എന്തുണ്ടാവും? ആ വിരലിൻ്റെ അറ്റത്തുള്ള നെയിൽ തന്നെ പൊളിഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ നെയിൽ സോറിയാസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് പസ്റ്റുലാർ സോറിയാസിസ്. അത് ഇത്തിരി ഗൗരവമുള്ള ഒരു സോറിയാസിസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സോറിയാസിസ് ഉള്ള വട്ടത്തിൽ കുരുക്കളുണ്ടാവുന്നു. എല്ലായിടത്തും കുരുക്കളുണ്ടായിട്ട് ആ കുരുക്കൾ പഴുത്ത് പൊട്ടി അതിൽ നിന്ന് ജലം വരും, പസ് ഫോർമേഷൻ വരും. ഇതാണ് പസ് ഫോർമേഷനുള്ള സോറിയാസിസ് ആണ് പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയുന്നത്. ഇത് ഗൗരവതരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സോറിയാസിസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ഈ സോറിയാസിസിനെ ശ്രദ്ധിക്കണം. നെയിൽ സോറിയാസിസും പ്ലേക്കും മറ്റൊക്കെ ഗട്ടേറ്റൊക്കെ ഒരു പരിധി വരെ നമുക്ക് ചികിത്സിച്ച് കുറേയൊക്കെ നമുക്ക് ഭേദപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇത് പസ്റ്റുലാർ അങ്ങനെ വന്ന് മരിച്ചിട്ടുള്ള കേസുകൾ അതായത് നമ്മളുടെ അറിവിൽ ഉള്ള പേഷ്യൻസ് അങ്ങനെ ചുരുക്കം കേസുകളിലേ പസ്റ്റുലാർ വരുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അത് വാഴയിലയിലൊക്കെയാണ് അങ്ങനത്തെ പേഷ്യൻറ്റിനെ കിടത്തേണ്ടത്. കാരണം ശരീരം മൊത്തം വരും, അത് കുരുക്കളാവും, സോറിയാസിസ് പഴുക്കും, അതിൽ നിന്നൊക്കെ പസ് വരും. അപ്പോൾ നമുക്ക് തുണിയൊന്നും തൊടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വാഴയിലയിലാണ് അങ്ങനത്തെ രോഗികളെ നമ്മൾ കിടത്തേണ്ടത്. അടുത്തൊരു സോറിയാസിസിൻ്റെ ഡിവിഷനാണ് എറിത്രോഡെർമിക് സോറിയാസിസ്. ഇത് ഏത് സോറിയാസിസും ഗൗരവതരമായ അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് എറിത്രോഡെർമിക് സോറിയാസിസ് എന്ന് പറഞ്ഞാൽ. അത് ഫെറ്റലാണ്, മാരകമാണ് ഈ സോറിയാസിസ്. ഇത് വന്നു കഴിഞ്ഞാൽ അത് മരണകാരിയാണ് ഈ സോറിയാസിസ്. അതിന് മുമ്പ് നമുക്ക് വേറെ ഫെറ്റൽ ആകുന്നതിന് മുമ്പുള്ള ഒരു സോറിയാസിസിൻ്റെ ഫ്ലെക്സറൽ സോറിയാസിസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ മടക്കുകളിൽ വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്ഷം, നമ്മുടെ വയറിൻ്റെ മടക്കുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ കൈമുട്ട്, കാൽമുട്ടിൻ്റെയൊക്കെ മടക്കുകളിൽ വരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേർപ്പും ചൂടൊക്കെ അടിച്ച് അവിടെ ഫംഗസും ബാക്ടീരിയ ഒക്കെ ഫോം ചെയ്ത് അതിൽ നിന്നുണ്ടാവുന്ന ഒരു സോറിയാസിസ് ആണ് ഈ ഫ്ലെക്സറൽ സോറിയാസിസ്. പിന്നെ അതിൻ്റെ ലേറ്റർ സ്റ്റേജിലുള്ള സോറിയാസിസ് ആണ് എറിത്രോഡെർമിക്. അത് വന്നു കഴിഞ്ഞാൽ അത് മാരകമാണ്, മരണകാരിയാണ് ആ സോറിയാസിസ്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിവിഷൻസ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, വീണ്ടും ഒന്നുകൂടെയും പറയാണ്, 80 to 90% സോറിയാസിസും സാധാരണ കാണുന്നത് പ്ലേക്ക് സോറിയാസിസ് ആണ്. അതായത് ചെതമ്പൽ പോലെ, നമ്മുടെ മീൻ ചെതമ്പൽ പൊഴിഞ്ഞു പോണ പോലെ രോഗി നിൽക്കുന്ന സ്ഥലത്ത്, കിടക്കുന്ന സ്ഥലത്ത് എല്ലാം പൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഇനിയും നിങ്ങളുടെയൊക്കെ ഒരു സമാധാനത്തിന് ഞാൻ പറയുകയാണ്, ഏത് പേഷ്യൻറ്റും നമ്മുടെ ഒ പിയിലേക്ക് കടന്നു വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പേഷ്യൻ്റ് ചോദിക്കും, പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ, ഭാര്യ അല്ലെങ്കിൽ മക്കൾ ആരായാലും ചോദിക്കും, ഡോക്ടറെ ഈ രോഗം പകരുമോ? ഈ സോറിയാസിസ് എന്ന് പറയുന്ന രോഗം പകരില്ല. അതാദ്യം തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് സോറിയാസിസ് ഉണ്ടെങ്കിൽ ഈ ശൽക്കങ്ങളൊക്കെ വീഴുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് പകരില്ല. അതുകൊണ്ട് അങ്ങനെ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയില്ല. എന്നാൽ ഈ രോഗം അത്ര സുഖസാധ്യമല്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ആയുർവേദ ഫിസിഷ്യന് ആയുർവേദത്തിൽ നല്ല ഇഫക്റ്റീവായിട്ടുള്ള മരുന്നുകളുണ്ട് ഇതിന്.
ചികിത്സാ രീതികളെക്കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. സോറിയാസിസ് രോഗികൾ കുറേ കഴിയുമ്പോൾ നല്ല ഡിപ്രഷനിലേക്ക് വരുന്നുണ്ട്. അവർക്കിത് മാറില്ല, എന്താണാവോ ഈ രോഗം, ചെതമ്പൽ പോലെ. പിന്നെ അവർക്കൊരു ഹൈജീനിക് പ്രശ്നം കൂടി ഉണ്ടല്ലോ, ചെതമ്പൽ പോലെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നത് അത്ര സുഖകരമായ അവസ്ഥയല്ല. അപ്പോൾ അവർക്ക് ഈ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ചെതമ്പൽ പോകുമ്പോൾ അവർക്ക് മെൻ്റൽ സ്ട്രെസ്സ് നല്ലോണം അനുഭവപ്പെടുന്നുണ്ട്. അതപ്പോൾ അതൊരു കോംപ്ലിക്കേഷനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പസ് ഫോർമേഷനും അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ലേറ്റർ സ്റ്റേജിൽ വരുന്നൊരു കോംപ്ലിക്കേഷനാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് ചികിത്സയുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ആയുർവേദത്തിൽ ഇതിന് ഇഫക്റ്റീവായിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. അത് കൂടുതലും ഗട്ടേറ്റ് സോറിയാസിസും പ്ലേക്ക് സോറിയാസിസുമാണ് സാധാരണ രീതിയിൽ ഞങ്ങളുടെ അടുത്ത് വരുന്ന സോറിയാസിസ് കേസസ്. പസ്റ്റുലാറും എറിത്രോഡെർമിക്കും നമ്മുടെ അടുത്ത് അധികം വരാറില്ല. അതിന് ഹൈലി കോർട്ടിസോൺ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരെ ചികിത്സിച്ച് ഭേദമാക്കണം. ഭേദമാകുമോ എന്നുള്ളതാണ് അടുത്ത കാര്യം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ബിഗിനിങ് സ്റ്റേജിലൊക്കെയാണ് കോർട്ടിസോൺ നല്ല ഡോസിൽ കൊടുത്ത് സ്കിൻ സ്പെഷ്യലിസ്റ്റ് അത് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ മറ്റേ പറഞ്ഞത് ഗട്ടേറ്റ് എറിത്രോ നമ്മുടെ പ്ലേക്ക് സോറിയാസിസ് ഒക്കെ നമ്മൾ ഇഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അത് തുടക്കത്തിൽ തന്നെ വരണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ അതിൻ്റെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് ഉള്ളിലേക്കുള്ള മരുന്നാണ്. നമ്മൾ ആദ്യം തന്നെ രോഗീനെ കിടത്താൻ പറയില്ല. പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടി കഴിയുന്ന അവസ്ഥയിലേ നമ്മൾ അഡ്വൈസ് ചെയ്യുള്ളൂ. നമ്മൾ ആരംഭത്തിൽ രോഗിയോട് പറയുന്നത് നമ്മൾ മരുന്നുകൊണ്ട് നോക്കട്ടെ, ശമന ഔഷധങ്ങൾ, ഉള്ളിലേക്കുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നു. പ്രധാനപ്പെട്ട മരുന്നുകളാണ് ഞാൻ പറയുന്നത്. ഞാൻ കൊടുത്ത് എനിക്ക് ഇഫക്റ്റ് കണ്ടിട്ടുള്ള കോമ്പിനേഷൻസാണ് ഞാൻ പറയുന്നത്. തിക്തകം കഷായം അത് വളരെ ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിൽ ശോധന നിർബന്ധമായിട്ടും ഒരു അനുലോമനം വേണം. അനുലോമനം എന്ന് പറഞ്ഞാൽ ആയുർവേദ ടേമാണ്. നന്നായിട്ട് അഴഞ്ഞ് ശോധന പോകണം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അവിപത്തി ചേർത്ത് 1 ടീസ്പൂൺ ചേർത്തിട്ട് നമ്മൾ ശോധന കൊടുക്കും. രാവിലെ ചേർത്ത് കൊടുക്കും, വൈകുന്നേരം കഷായം ഒറ്റയ്ക്കും കൊടുക്കും. പിന്നെ നമ്മൾ രക്തശുദ്ധീകരിക്കുന്ന മരുന്നുകളുണ്ട് ഇതിനകത്ത്. അത് ഖദിരാരിഷ്ടം, അരങ്കുദാസവം, അതോടൊപ്പം തന്നെ ചില കേസിൽ അഭയാരിഷ്ടം ചേർത്ത് കൊടുക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു കമ്പനി മരുന്നാണ് സോറ ക്യാപ്സ്യൂള്. സോറിയാസിസിന് പർട്ടിക്കുലറായിട്ട് കൊടുക്കുന്നതാണ് സോറ ക്യാപ്സ്യൂള്. 1 വെച്ച് 2 നേരം ഭക്ഷണശേഷം നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ മധുസ്നിഹി, ലേഹ്യം, അങ്ങനെ മറ്റ് വേറെ പല കോമ്പിനേഷൻസ് ഉണ്ട്. അത് ഓരോ കണ്ണിച്ചൊറിച്ചിൽ വല്ലാതെ ഉണ്ടെങ്കിൽ അലേറിൻ ടാബ്ലറ്റ് നമുക്ക് കൊടുക്കാം, അത് ഇതിന് നല്ലതാണ്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഉള്ളിലേക്ക് കൊടുക്കുക എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇമ്മ്യൂൺ ബൂസ്റ്റഡ്, അതായത് നമ്മളുടെ ഈ പേഷ്യൻസ് എല്ലാവരും തന്നെ ഒരുമാതിരി സ്ട്രെസ്ഫുൾ ആയിരിക്കും. സോറിയാസിസ് പേഷ്യൻസ് ഒട്ടുമുക്കാലും പേഷ്യൻസും അവർക്ക് സ്ട്രെസ്സ്, ടെൻഷനായിട്ട് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ ക്ലിനിക്കൽ അഡ്വൈസ്, എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ അവർക്കൊരു ഉറക്കത്തിനല്ല, ഒരു മൈൻഡ് ഒന്ന് കാമാവാനായിട്ട് മാനസമിത്രം ഗുളികയും കൂടി ചേർത്ത് കൊടുക്കും. അത് ഇമ്മ്യൂണോ മോഡുലേറ്ററാണ്, ഇമ്മ്യൂണിറ്റിനെ കുറേ വർദ്ധിപ്പിക്കുന്നതാണ്. അത് പ്രത്യേകിച്ചും മൈൻഡിനെ ഒന്ന് ശാന്താക്കുന്നതാണ്. അപ്പോൾ അത് ഈ നമ്മൾ മാനസമിത്രം ഗുളിക ഞാൻ അവരോട് തേനിൽ ചേർത്തിട്ടോ പ്രമേഹം ഉണ്ടെങ്കിൽ പാലിൽ ചേർത്ത് കഴിക്കാൻ പറഞ്ഞ് കൊടുക്കാറുണ്ട്. അത് ഒരുപാട് എനിക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തേക്കുള്ള കേസുകൾ. പിന്നെ സ്ട്രെസ് കോം എന്ന് പറഞ്ഞൊരു ഗുളിയും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇതിന് ഒമേഗ 3 നല്ലതാണ്. നമ്മൾ ഈ ബദാമൊക്കെ നല്ലതാണ്. ഞാൻ പത്യാപത്യം വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഈ ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് ഞാൻ ഉള്ളിലേക്ക് കൊടുക്കുന്ന മരുന്നുകൾ പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന ഒരു ഒറ്റമൂലിയാണ്. ആ ഒറ്റമൂലി എന്ന് പറയുന്നത് ദന്തപ്പാല എന്ന് പറയും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ദന്തപ്പാല. ഈ ദന്തപ്പാല അത് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്നതാണ്. അതെടുത്തിട്ട് 1:4 എന്നാണ് എൻ്റെ കണക്ക്. അതായത് 250 ഗ്രാം ദന്തപ്പാലയ്ക്ക് 1 കിലോ വെളിച്ചെണ്ണ, അതാണ് കണക്ക്. 1:4. അങ്ങനെ ഈ ദന്തപ്പാല എടുത്ത് നന്നായിട്ട് അത് തുടച്ച് ക്ലീനാക്കി, ഇരുമ്പ് തൊടാതെ നമ്മുടെ കൈവിരലുകൾ കൊണ്ട് തന്നെ അത് പൊട്ടിച്ച് ഒരു ചില്ല് പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ ഇതിൽ 250 ഗ്രാം ഇല പൊട്ടിച്ച് അതിൽ 1 കിലോ വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് എത്ര വെളിച്ചെണ്ണ വേണം അതനുസരിച്ചിട്ട് പ്രൊപ്പോർഷൻ മാറ്റാം. അത് 7 ദിവസം 7 മണിക്കൂർ വെച്ച് വെയിൽ കൊള്ളിക്കണം. അങ്ങനെ 7 ദിവസം കഴിയുമ്പോൾ ആ എണ്ണയ്ക്ക് നല്ല വയലറ്റ് കളറാവും, നമ്മുടെ വാടാമല്ലി കളറായിരിക്കും അത്. അപ്പോൾ അതിൽ ചേർത്ത പച്ചില നമ്മൾ ഇട്ട ദന്തപ്പാലയുടെ ഇലയൊക്കെ അതിങ്ങനെ അതിൻ്റെ സത്തൊക്കെ ഈ വെളിച്ചെണ്ണ വലിച്ചെടുത്തിട്ട് അതിങ്ങനെ കരിയില പോലെയാവും. എന്നിട്ട് നന്നായിട്ട് തുണിയിൽ പിഴിഞ്ഞ് ഈ ദന്തപ്പാല വെളിച്ചെണ്ണ, നമ്മൾ അതിനൊരു പേരിട്ടേക്കാണ് സോറാലിൻ ഓയിൽ എന്ന് പറയുന്നത്.
നമ്മൾ പലർക്കും അറിയാതെ വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ഹോം റെമഡിയാണ്. ഈ സൊറാലിൻ ഓയിൽ എല്ലാത്തരം സോറിയാസിസ് രോഗികൾക്കും ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് കൊടുക്കാവുന്ന ഒരു വെളിച്ചെണ്ണയാണ്. അത് പുരട്ടിയിട്ട് നമ്മൾ കഴിയുന്നതും നമ്മൾ സോപ്പ് ഇടരുതെന്ന് പറയും. ചെറുപയറിൻ്റെ പൊടി, കടലമാവ് ഉപയോഗിച്ച് കുളിക്കാനായിട്ട് പറയുക. ഇനി അഥവാ അവർക്ക് കടലമാവ് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കെമിക്കൽസ് കുറഞ്ഞ സോപ്പ് ഡവ് സോപ്പ്, പിയേഴ്സ് സോപ്പാണ് നമ്മൾ സാധാരണ രീതിയിൽ തേച്ച് കുടിക്കാനായിട്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഈ സൊറിയാസിസിൽ നമ്മൾ നേരത്തെ ഞാനൊരു കാര്യം, അതായത് ഇതിന് 6% നമ്മൾ ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ആർത്രൈറ്റിക് ചേഞ്ചസ് വരുന്നുണ്ട്, സൊറിയാറ്റിക് ആർത്രൈറ്റിസ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിൽ കരുതണം. ഈ ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്ന പേഷ്യൻറ്റിന് ഇതിന് സന്ധികളിൽ വേദനയുണ്ടോ, ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണത്. ആ വേദന ഉണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് സൊറിയാറ്റിക് ആർത്രൈറ്റിക്കിന് വേണ്ടതായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളും കൂടി നമ്മൾ അഡ്വൈസ് ചെയ്യണം കേട്ടോ. ഈ സ്കിൻ ബയോപ്സി മാത്രമല്ല, അതും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം അവർക്ക്. ഇനി ഇൻറ്റേർണൽ മെഡിക്കേഷനിൽ അതും കൂടി ഉണ്ടെങ്കിലോ, ഈ സന്ധിവേദനയും കൂടി ഉണ്ടെങ്കിലോ, നമ്മൾ മഞ്ചിഷ്ടാദി കഷായം അല്ലെങ്കിൽ സല്ലഗി പോലെ ബലാരിഷ്ടം പോലെയുള്ള മെഡിക്കേഷൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം പേഷ്യൻറ്റിന്, എന്നാലേ അവർക്ക് കുറയുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് പറഞ്ഞു, പുരട്ടാനുള്ള നമ്മുടെ സൊറാലിൻ ഓയിൽ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഒരു ഓയിൻമെൻ്റ് ഉണ്ട് അതിന് പ്രധാനമായിട്ട്. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഉണങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ രസകർപ്പൂര ലേപം എന്ന് പറയും. അത് അടയാർ ഫാർമസിയുടെ ഒരു ഇതാണ്, പ്രോഡക്റ്റാണ്. ചുവന്ന നിറമായിരിക്കും അതിന്. അത് നമ്മൾ നന്നായിട്ട് ആ പാച്ചിൽ തേച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് തുടച്ചു കളയാൻ പറയും. അതിന് നമ്മൾ രസകർപ്പൂര ലേപം എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഒ പിയിൽ വരുന്ന പേഷ്യൻറ്റിന് നമ്മൾ കൊടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിക്തകം നെയ്യ്, തിക്ത കഷായം, തിക്തകം നെയ്യ്. ഓർത്തിരിക്കണം, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടാണ്. തിക്ത നെയ്യ് രാത്രി കിടക്കാൻ നേരത്ത് ഒരു 10 ഗ്രാം വെച്ചിട്ട് രാത്രി ആ നേരത്ത് കഴിക്കാൻ പറയും. അങ്ങനെയാണ് ഇൻറ്റേർണൽ മെഡിക്കേഷൻ്റെ ഒരു തെറപ്പി നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതൊക്കെ കൊടുത്തു പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. സാധാരണ കേസിൽ, എൻ്റെ ഒ പിയിൽ വരുന്ന കേസിൽ 15 ദിവസം കൊണ്ട് പ്ലേക്ക് സോറിയാസിസ് ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് 15 ദിവസം കൊണ്ട് 50% അല്ലെങ്കിൽ 40% വരെ ഇഫക്റ്റ് കിട്ടാറുണ്ട്. അപ്പം തന്നെ ഒരു പേഷ്യൻ്റ് പറയും നല്ല ഇഫക്റ്റ് ഉണ്ടെന്ന്. ഇനി ഇങ്ങനെയുള്ളൊരു ഇഫക്റ്റിലേക്ക് വന്നിട്ടില്ല, ക്രോണിസിറ്റി, പഴക്കം, ഒരു 3 വർഷമായി 4 വർഷമായി എന്ന് പറയുന്ന കേസുകൾ നമ്മൾ വേറെ ഒരു വഴിയില്ല, അഡ്മിറ്റ് ചെയ്യാണ്ട് ഒരു വഴിയില്ല, പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് കൊടുത്തേ പറ്റൂ. അങ്ങനെയുള്ള പേഷ്യൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? അഡ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് അച്ചപാനം എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ആയുർവേദത്തിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ ഡോസിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ നെയ്യ് കൊടുക്കും. അപ്പോൾ നമ്മൾ 50 ഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അച്ചപാനം, അച്ചപേയം എന്നൊക്കെ പറയും, ആയുർവേദ ഡോക്ടേഴ്സിന് അറിയാം അത്. അപ്പോൾ തിക്തകം നെയ്യ് അച്ചപാനമായിട്ട് നമ്മൾ കൊടുക്കുന്നു. വേറെ ഒന്നും കഴിക്കാൻ പാടില്ല. പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് നെയ്യ് കൊടുത്ത് 50 ഗ്രാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ചുക്കിട്ട് കാച്ചിയ വെള്ളം കുടിക്കാൻ പറയും, 1 മണിക്കൂർ ഇടവിട്ട്. വിശപ്പ് നന്നായി വരുമ്പോൾ പറയണം എന്ന് പറയും ഡോക്ടറോട്. പേഷ്യൻ്റ് പറയും 12 മണി 1 മണിയാകുമ്പോൾ വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഉപ്പിട്ട് നേര് ഇന്ദുപ്പിട്ട് കഞ്ഞി കൊടുക്കുക, വേറെ ഒരു കറികളും പാടില്ല. രാത്രിക്ക് വിശപ്പുണ്ടെങ്കിൽ അല്പം കഞ്ഞികൂടി കുടിക്കാൻ പറയാം. അങ്ങനെ 7 ദിവസമായിട്ട് നെയ്യ് മാത്രം കൊടുക്കുന്നു രോഗിക്ക്. അതിനെയാണ് നമ്മൾ അച്ചപാനം അല്ലെങ്കിൽ അച്ചപേയം എന്ന് പറയുന്നത്. അപ്പോൾ ആ 7 ദിവസം നെയ്യ് കൊടുത്തു കഴിഞ്ഞാൽ ചില പേഷ്യൻസ് 350 ഗ്രാം വരെ നെയ്യ് ഓരോ ദിവസവും നെയ്യിൻ്റെ അളവ് വർദ്ധിപ്പിക്കണം. 50 ഗ്രാം, പിറ്റേ ദിവസം 75 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം, അങ്ങനെ ഓരോ ദിവസവും നെയ്യ് വർദ്ധിപ്പിച്ച് കൊണ്ടുവരണം. ആ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീനെയാണ് നമ്മൾ അച്ചപാനം എന്ന് പറയുന്നത്. അങ്ങനെ 7 ദിവസം കഴിഞ്ഞിട്ട് 8ാമത്തെ ദിവസം 9ാമത്തെ ദിവസം നമ്മൾ അവർക്ക് സ്വേദം കൊടുക്കണം, വിയർപ്പിക്കണം. അത് 4 പട്ടയിട്ട് അല്ലെങ്കിൽ പച്ചമഞ്ഞൾ അരിവെപ്പിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ഇറക്കിയിരുത്താം, ചെറു ചൂടിൽ ഇറക്കിയിരുത്താം. അവഗാഹ സ്വേദം അല്ലെങ്കിൽ ആ വെള്ളം ഒഴിച്ച് കുളിക്കാൻ പറയും 2 ദിവസം. അത് കഴിഞ്ഞ് അപ്പോൾ 7 2 9 10ാമത്തെ ദിവസം ഇവർക്ക് നമ്മൾ സാധാരണ രീതിയിൽ വമനം ചെയ്യിപ്പിക്കും, ഛർദ്ദിപ്പിക്കും, ഔഷധങ്ങൾ കൊടുത്ത് ഛർദ്ദിപ്പിക്കുക. അല്ലെങ്കിൽ അല്ലാത്ത വമനത്തിന് യോഗ്യരല്ലാത്ത പേഷ്യൻ്റാണെങ്കിൽ നമ്മൾ വയറിളക്കും. ആ വയറിളക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൂടി നമ്മൾ തക്രധാര തുടങ്ങുകയാണ് പേഷ്യൻറ്റിന്. അപ്പോൾ ഇതിന് മൈൻഡായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ തക്രധാര സ്കിന്നിനും ഡയബറ്റിക്കിനും മൈൻഡിൻ്റെ സ്ട്രെസ്സിനൊക്കെ ഒത്തിരി ആക്ട് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് പഞ്ചകർമ്മ തെറാപ്പി. കേരളീയ വിശേഷ ചികിത്സയാണത് ഈ തക്രധാര എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സാധാരണ അത് 7 to 14 days നമ്മൾ കൊടുക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻറ്റേർണൽ മെഡിക്കേഷൻ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതും നമ്മൾ ചേർത്ത് കൊടുക്കും. നമ്മൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ പാച്ച് കണ്ടു, പ്ലേക്ക് ഇങ്ങനെ പോകുന്നു, നിങ്ങൾക്ക് സംശയമുണ്ട്, സാധാരണ ഇതല്ല,
ഉടനെ തന്നെ നമ്മൾ ഞാൻ അഡ്വൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആയുർവേദ ഡോക്ടറായിട്ട് പറയല്ല, ഒരു നല്ലൊരു ആയുർവേദ ഫിസിഷ്യനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് സ്വയം ചികിത്സ ചെയ്യരുത്. ഞാൻ പറഞ്ഞു ദന്തപ്പാലയുടെ വെളിച്ചെണ്ണ പറ്റുന്നത് നല്ലതാണെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും സ്വയം ചികിത്സ ചെയ്യരുത് ഒരിക്കലും. ഒരു നല്ലൊരു ഫിസിഷ്യനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടത് എത്ര അത്യാവശ്യമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒറ്റമൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദന്തപ്പാല ചെറിയ രീതിയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം നമുക്ക്. ഇനി നീലയമരി വെളിച്ചെണ്ണയിലിട്ടിട്ട് വെയിൽ കൊള്ളിച്ച് 7 ദിവസം ഇങ്ങനെ വെയിൽ കൊള്ളിച്ച് ആ നീലയമരിയുടെ വെളിച്ചെണ്ണ നമ്മൾ തേച്ചിക്കാൻ ഒറ്റമൂലിയായിട്ട് പറയുന്നുണ്ട്. കരിഞ്ജീരകം വെളിച്ചെണ്ണയിൽ കാച്ചിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഒറ്റമൂലിയായിട്ട് പറയുന്നതാണ്. ഇതിൻ്റെ പഥ്യാപഥ്യം എന്താണെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിന് നോൺ വെജിറ്റേറിയൻ നമ്മൾ ഉപദേശിക്കുന്നില്ല. അതായത് വെജിറ്റേറിയൻ ഡയറ്റ്, പ്രത്യേകിച്ച് അച്ചാറ്, പച്ചമോര്, പച്ചത്തൈര്, ഇത് നമ്മൾ കഴിവതും നമ്മൾ വാളംപുളിയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം. വെജിറ്റേറിയൻ ഡയറ്റ് ഫ്രഷ് ഫ്രൂട്ട്സ്, പിന്നെ omega-3 കലർന്ന അങ്ങനെയുള്ള പിന്നെ ഈ ബദാം, ഈത്തപ്പഴം, മുന്തിരിങ്ങ, ഇതൊക്കെ ഇതിന് വളരെ ഇഫക്റ്റീവായിട്ട് നല്ലതാണ്. പിത്തശമനമാണ് ഇതെല്ലാം, പിന്നെ പ്രോട്ടീനുമാണ് ഇതെല്ലാം. പിന്നെ അപഥ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മസാലക്കൂട്ട്, അധികം പുളി, തൈര്, മോര്, ഇതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ജീവിതശൈലീനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ജീവിതശൈലി നമ്മളൊന്ന് ഇതാക്കണം, സ്ട്രെസ് ഒഴിവാക്കണം, വ്യായാമങ്ങൾ, യോഗ, പിന്നെ എല്ലാം നല്ല ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് മൈൻഡിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ രോഗികൾക്കും പ്രത്യേകിച്ച് നമ്മൾ പറയും, കുറച്ച് നേരമൊക്കെ നമ്മളിരുന്നൊന്ന് പ്രാർത്ഥിച്ചോളൂ, മനസ്സ് ശാന്തമാക്ക്, പ്രാർത്ഥന കൊണ്ട് തന്നെ അതിനൊക്കെ ഒരു ഇഫക്റ്റ് വരുള്ളൂ. നമ്മൾ ചികിത്സിച്ചുകൊണ്ട് മരുന്ന് തന്നുകൊണ്ടായില്ല കേട്ടോ, നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് നമ്മൾ പറയും. തമ്പുരാനെ, ഈ രോഗം ശരിയായ എൻ്റെ ഡോക്ടറിനൊന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റണേ, ഈ ഡോക്ടറിന് ശരിയായി മരുന്ന് എഴുതാൻ തോന്നിക്കണേ, അല്ലെങ്കിൽ മരുന്ന് എഴുതുന്ന അവസ്ഥയിൽ ഈ ഔഷധങ്ങൾ എൻ്റെ ശരീരത്തിൽ പിടിക്കാൻ ഗുണപ്രദമായിട്ട് തീരണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ ഈ രോഗത്തിനൊക്കെ ഡോക്ടറിന് നല്ല ബുദ്ധി വരും, ശരിയായ രീതിയിൽ മരുന്ന് എഴുതാനും ഡയഗ്നോസ് ചെയ്യാനൊക്കെ സാധിക്കും. തലയിലുണ്ടാക്കുന്ന സോറിയാസിസ് എങ്ങനെ തിരിച്ചറിയും ഡോക്ടർ? താരനിൽ നിന്നും അതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? തലയിലുണ്ടാവുന്ന താരൻ അല്ലെങ്കിൽ സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ പൊടി പോലെ പോവുകയാണ്. തലയിൽ പൊടി പോലെ വെറുതെ ചീപ്പ് കൊണ്ട് വരുമ്പോൾ പൊടിയുള്ളൂ, അത് അങ്ങോട്ട് പൊടി പോലെ പോയി പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടേ പൊടി വരണുള്ളൂ. അതൊക്കെ താരനാണ്. നമ്മൾ 2 ദിവസം നന്നായിട്ട് ചീപ്പ് കൊണ്ട് ഈരി കളഞ്ഞു കഴിഞ്ഞാൽ താരൻ പിന്നെ കുറേ ദിവസത്തേക്ക് വരില്ല. സോറിയാസിസ് ആണെങ്കിൽ അത് ശൽക്കങ്ങൾ പോലെ, സ്കെയില് പോലെ ആയിരിക്കും അതിൽ നിന്ന് വരുന്ന ഈ ലെയറുകൾ, അല്ലെങ്കിൽ ത്വക്കിൻ്റെ ലെയറ്, ശൽക്കങ്ങൾ, ചെറുതായിട്ടുള്ള ശൽക്കങ്ങളായിട്ടായിരിക്കും അത് വരുന്നത്. താരൻ എന്ന് പറഞ്ഞാൽ പൊടിയാണ്. അതാണ് അതിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സോറിയാസിസിൻ്റെ ശൽക്കം നമ്മളിങ്ങനെ ചീപ്പ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ അതിൽ നിന്ന് ചോര വരുന്നുണ്ടോ എന്ന് നോക്കണം. ചോര വരുന്നുണ്ടെങ്കിൽ അത് ഡെഫിനിറ്റ് സോറിയാസിസ്, തലയിലുള്ള സോറിയാസിസ് ആണെന്ന്. അതിനെ സാധാരണയായിട്ട് ഗട്ടേറ്റ് സോറിയാസിസും അതുപോലെ പ്ലേക്ക് സോറിയാസിസുമാണ് തലയിൽ സാധാരണ വരുന്നത്. അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് ഈ സോറിയാസിസ് വരാൻ സാധ്യതയുണ്ടോ? ഞാൻ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു, ഈ ഔഷധങ്ങളുടെ അത്യുപയോഗം. നമ്മളിപ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ആയുർവേദ മരുന്നല്ലാണ്ട് ആരും ഉപയോഗിക്കില്ല. അപ്പോൾ പച്ചമരുന്നാണ്, അതിന് വലിയ സൈഡ് ഇഫക്റ്റുകളൊന്നുമില്ല. ഇന്ന് വേദന സംഹാരികൾ, നമ്മളൊരു ചെറിയ വേദന വരുമ്പോഴത്തേക്ക് നമ്മൾ വേദന സംഹാരി എടുത്തു. അല്ലെങ്കിൽ നമുക്ക് എന്നറിയാം, ഇന്നൊരു പ്രായം കഴിഞ്ഞാൽ പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസ്, ഇത്രയും രോഗങ്ങൾക്ക് ഉള്ള മരുന്നുകളുടെ എണ്ണം നമ്മൾ നോക്ക്. അത്യാവശ്യം മരുന്നുകൾ കഴിക്കേണ്ടി വരും, അത് ഈ രോഗങ്ങൾക്ക് വേണം. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ മരുന്നുകൾ അത്യുപയോഗം, ഔഷധങ്ങളുടെ അത്യുപയോഗം ഒരു കോസായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാരണമായിട്ട് ഒരു പക്ഷേ പിന്നെ സ്ട്രെസ്സ്, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സ്ട്രെസ്സ് ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ്സും പിന്നെ മരുന്നുകളുടെ അത്യുപയോഗവും വേദന സംഹാരികളുടെ അത്യുപയോഗവും ഒക്കെ ഒരു കാരണങ്ങളായിട്ട് വരാമെന്നേ ഇതിന് പറയാൻ പറ്റുള്ളൂ. ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരുകയില്ല എന്ന് തന്നെയല്ലേ സത്യം? ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് അതിൻ്റെ സൂചന. അതായത് ഈ സോറിയാസിസ് പേഷ്യൻ്റ് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒപിയിലേക്ക് വരിക. കാരണം എന്ന് വെച്ചാൽ ഡോക്ടറെ ഇത് പകരുമോ, ഇതെങ്ങനെയാണ് ഇത് എന്ന് ചോദിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ള കാരണം, എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് കുറച്ച് നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആ പേഷ്യൻ്റ് വന്നു. അപ്പോൾ ആ പേഷ്യൻറ്റിന് ഞാൻ നേരത്തെ എന്നോട് ആഡ് ചെയ്ത് പറയുകയാണ്,
ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തരുത്. കുറച്ചും കൂടി നമ്മൾ അത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ തുടർന്ന് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കണം നിങ്ങൾ. അപ്പോഴാണ് അത് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പകരുന്ന രോഗമാണോ എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് ആഡ് ചെയ്ത് പറയുന്നതാണ്. ഒന്ന് നമ്മൾ ആയുർവേദ ഡോക്ടറെ കണ്ടു, കുറച്ച് സൊറാലിൻ ഓയിൽ തേച്ചു, കുറച്ച് മരുന്ന് കഴിച്ചു, രസകർപ്പൂരം ലേപം പുരട്ടി, ഇപ്പോൾ വലിയ കുഴപ്പമില്ല, കുത്തുകളൊക്കെ മാഞ്ഞു, അവിടെ ഇടും നമ്മൾ. അതല്ല, അത് മാറിയാലും സൊറാലിൻ ഓയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഇത് നമ്മൾ പകരുന്ന രോഗമാണ്, പകരുന്ന രോഗമല്ല ഉറപ്പായിട്ടും. എന്നിരുന്നാലും അത് നമ്മുടെ പാർട്ട്നേഴ്സിന്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അതൊരു ഇറിറ്റേഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ആ സൊറാലിൻ ഓയിൽ എന്നും തേച്ച് കുളിച്ചുകൊണ്ട് വലിയ അപകടമൊന്നും വരില്ലല്ലോ. അപ്പോൾ അവർക്കിടെ മനസ്സിലുള്ള കൺഫ്യൂഷൻ കൂടി നമുക്ക് കളയാമെന്ന്. പകരുന്ന രോഗമല്ല, എന്നിരുന്നാലും അവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഒരു കാലഘട്ടം വരെ. ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നിരുന്നാലും നമ്മൾ ഹോം റെമഡി ആയിട്ട് വീട്ടിലിരിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ട നല്ലൊരു ഫിസിഷ്യനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. അവർ പറയുന്ന അഡ്വൈസ് നിങ്ങൾ എടുക്കണം. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യങ്ങളും പ്രാർത്ഥനകളും ഞാൻ ആശംസിക്കുകയാണ്. നന്ദി. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.